ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് അടുക്കളയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ്. 1500 രൂപ പോലും ആവാതെ ഇത്രയേറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. എനിക്കിവിടെ 1, 2, 3, 4, 5, 6, 7, 8 9 ഐറ്റം സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. എല്ലാവരും മീഷോയെ പറ്റി നമുക്ക് അത്ര ഇടയ്ക്കൊക്കെ ബാഡ് കമന്റ് ഉണ്ടല്ലോ, അത് കാരണം ഞാൻ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പിന്നെ വാഷ് ചെയ്യുന്നിടത്ത്, അതായത് പാത്രങ്ങളൊക്കെ കഴിയുന്നിടത്ത് വെക്കുന്ന ഒരു ലിക്വിഡ് കണ്ടെയ്നറാണ്. ഇതിൽ നമുക്ക് ലിക്വിഡും ഒഴിക്കാം, ഇതിനകത്തും ഹാൻഡ് വാഷ് വെച്ച് നമുക്ക് വാഷ് ചെയ്യാം. ഇതിന്റെ വില എന്ന് പറയുന്നത് 174 രൂപയാണ്. ഇത് കണ്ടു നോക്കും, ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കട്ടെ. ഇത് നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ, പൊടികളൊക്കെ വെക്കില്ലേ, അതൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതിന് 18 പീസാണുള്ളത്. ഇതിന്റെ വില 107 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല പ്ലാസ്റ്റിക് ആണ്. നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണിത്. ഒരു കളറിൽ നമുക്ക് 6 പീസ് വീതമാണുള്ളത്. അങ്ങനെ 18 പീസ് ഉണ്ട്. ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു, അത് ലാസ്റ്റ് വന്നതാ, അതുകൊണ്ട് അൺബോക്സ് ചെയ്തില്ല. നമുക്കിപ്പോൾ നോക്കാം ഇത് എന്താണ് സാധനം എന്ന് എനിക്കറിയാം. ഇതൊരു വാഷിംഗ് ബോളാ, സ്റ്റെയിനറും എല്ലാം കൂടി പറ്റുന്നത്. ഇത് കട്ട് ചെയ്യട്ടെ. പക്ഷേ മീഷോ ചെറുതായിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു. ഞാൻ വൈറ്റ് കളറാണ് ഓർഡർ ചെയ്തത്, എനിക്ക് കിട്ടിയത് ഈ പിങ്ക് കളറാണ്. കുഴപ്പമില്ല, നല്ല സാധനം കേട്ടോ. കണ്ടേ, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നമുക്ക് റൈസ് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ഈ പച്ചക്കറിയൊക്കെ പിന്നെ വെള്ളം കളഞ്ഞെടുക്കാം, കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. നല്ല പ്രോഡക്റ്റാണ്. 97 രൂപയുള്ളൂ. പിന്നെ അഫോർഡബിൾ പ്രൈസ് അല്ലേ, അപ്പം നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ്, ഇതൊരു ക്ലിംഗ് റാപ്പാണ്. ഇത് നമുക്ക് പിന്നെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊക്കെ വെക്കില്ലേ, പിറ്റേന്നത്തേക്ക് എടുക്കാൻ, അതൊക്കെ റാപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത്. കടയിൽ പോയപ്പോഴേനേക്കാളുള്ള വിലക്കുറവുണ്ട് ഇതിന്. 118 രൂപയുള്ളൂ. അടുത്തത് നമുക്കൊരു സ്ട്രെയിനറാണ്. ഇതിന്റെ വില 191 രൂപ. ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു, കട്ട് ചെയ്തു. ഇതിവിടെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കേതപ്പൻ ഇത് ചവിട്ടി ഓടിച്ച് കളഞ്ഞ കാരണം ഞാൻ പിന്നെ ഒന്ന് വാങ്ങാം. ഷോപ്പിൽ പോകാനുള്ള സമയമില്ല, അപ്പം വാങ്ങി നോക്കാം ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് നോക്കിയിട്ടേ അറിയാൻ പറ്റും. നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. 3 ഉണ്ട്. അപ്പൊ എനിക്ക് ഒന്ന് പോയപ്പോ 3 കിട്ടി. നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല സ്റ്റീലാണ്, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും എണ്ണയിൽ എന്തെങ്കിലുമൊക്കെ വറുത്ത് കോരാലോ, നല്ലതാണ്. 6ാമത്തെ ഐറ്റം, ഇത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതേപോലെ തന്നെ എനിക്ക് ഇത് കിട്ടിയപ്പോഴും നല്ല അടിപൊളി ഒരു കട്ടിംഗ് ബോർഡാണ്. എനിക്കുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെയാ. എനിക്ക് റൗണ്ട് ഒരു കട്ടിംഗ് ബോർഡ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോഴെല്ലാം നല്ല വിലയാവുന്നുണ്ട്. ഇതിന്റെ വില 130 രൂപയാണ്. അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. 300, 400 ഒക്കെ കാണുന്നുണ്ട്. നമുക്കിത് കുറച്ച് നാളിലേ ഉപയോഗിക്കാൻ പറ്റും. ഏതായാലും ഒരുപാട് പാടൊക്കെ വേണം, നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ 7th ഐറ്റം ആണ്. ഇത് നമ്മൾ ബാത്റൂമിലും വെക്കാം, നമ്മുടെ കിച്ചണിലെ നമ്മുടെ പൈപ്പിന്റെ സൈഡിലും വെക്കാം. നമുക്ക് ഡിഷ് വാഷും അതും മറ്റെന്തെങ്കിലും ലിക്വിഡും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട്. ഇത് നമുക്ക് ടൈൽസിലാണെങ്കിൽ നമുക്ക് ഒട്ടിച്ചും വെക്കാം, നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ ചെയ്തും വെക്കാം. 2 രീതിയിൽ നമുക്ക് വെക്കാം. ഇത് ബാത്റൂമിലും ഉപയോഗിക്കാം, കിച്ചണിലും ഉപയോഗിക്കാം, എങ്ങനെ വേണേലും. ബാത്റൂമിലും എല്ലാ കോർണറിലും ഉപയോഗിക്കാം. ബാത്റൂമിലാണെങ്കിൽ നമുക്കിത് ബോഡി വാഷ്, പിന്നെ ഷാംപൂ, കണ്ടീഷണറൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പൊ നമ്മൾ സ്ക്രൂ ചെയ്ത് തന്നെ വെക്കണം. വെയിറ്റ് കൂടുന്ന സാധനങ്ങളെ വെക്കുന്നെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് തന്നെ വെക്കണം. കിച്ചണിലാകുമ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ച് വെച്ചാലും മതി. കോർണറിൽ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇതിന്റെ പ്രൈസ് 154 രൂപയാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. 8th ഐറ്റം, ഇതിവിടെ അത്യാവശ്യമുള്ള ഒരു സാധനമായിരുന്നു.
കേതപ്പനുള്ള ടോയ്സ് എല്ലാം വീട് മൊത്തം വലിച്ചു വാരിയിടും. ഇതിപ്പം വാങ്ങിയാലും അവൻ വാരിയിടും, എന്നാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പമല്ലേ. നമ്മളല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്, കാർഡ്ബോർഡിലൊക്കെ ആയിരുന്നു എടുത്ത് വെക്കുന്നത്. അത് ഞാനൊരു ആളുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാ ഇത്. ഇത് രണ്ടുണ്ട് ഉപയോഗം. നമുക്ക് ലോണ്ടറി ബാസ്ക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം, കുട്ടികളുടെ ടോയ്സും ഇടാം. ഞാൻ ഇത് മെയിൻ ആയിട്ട് എടുക്കുന്നത് കേതപ്പിന് ടോയ്സ് ഇടാനാണ്. ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് മടക്കി വെക്കുകയും ചെയ്യും, നമ്മൾ അത്രയും സ്പേസ് നഷ്ടപ്പെടുത്തില്ല. 191 രൂപയാണ് ഇതിന്റെ പ്രൈസ്. 191. ലാസ്റ്റ് ഐറ്റം, നെയിൻ പ്രോഡക്റ്റ്. ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഞാനിത് ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന, എല്ലാ ഷോപ്പിൽ പോകുമ്പോഴും ഞാനിത് എടുത്ത് നോക്കും, പ്രൈസ് നോക്കിയിട്ട് അതേപോലെ തിരികെ വെക്കും. അത്യാവശ്യം നല്ല റേറ്റ് കാണുന്നുണ്ട് നമ്മുടെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഇങ്ങനെ മീഷോ നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ 312 രൂപ 6 പീസ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട്. ഇത് നമുക്ക് വൈനൊക്കെ ഒഴിക്കാനും ഒക്കെ നല്ലതല്ലേ. പിന്നെ ലിക്കർ കഴിക്കുന്നവർക്ക് അതും ഉപയോഗിക്കാം. അഫോർഡബിൾ പ്രൈസിൽ 6 പീസ് ഉണ്ട്. ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു ഗ്ലാസ് ഓർഡർ ചെയ്തപ്പോൾ ഇത് വരുമ്പോൾ ഡാമേജ് ആയി പോവോ എന്നുള്ളത്. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത്രയും പ്രോഡക്റ്റിനും കൂടി എനിക്ക് 1417 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. എത്ര ഈ 9 പ്രോഡക്റ്റ് ഉണ്ട്, എന്തെല്ലാം പല ഉപയോഗങ്ങളുള്ള സാധനങ്ങളുണ്ട്. നമുക്കിത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഈ കാര്യത്തിൽ മീഷോ എന്നെ ചതിച്ചിട്ടില്ല. എല്ലാം അടിപൊളി. ഞാൻ ഇത്രയും പ്രോഡക്റ്റ് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം എന്ന് പറയാനൊന്നുമില്ല. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ വേവിച്ച് നോക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ.